പ്രിയപ്പെട്ട കാർഡമം കൃഷിക്കാർക്ക് ഒരു ചെറിയ ഒരു അറിവ് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. വളരെ കുറച്ച് സമയം നമ്മൾ എടുക്കുന്നുള്ളൂ. ഇപ്പോഴത്തെ നമ്മുടെ ഈ ഒരു ഏറ്റവും കൂടുതൽ ഉണക്ക് വരുന്ന ഒരു സന്ദർഭത്തിൽ നമ്മൾ എങ്ങനെ ചെടിയെ നമുക്ക് സംരക്ഷിക്കാം, അത് നമ്മൾ ഓർഗാനിക് പ്രോഡക്റ്റ് കൊടുത്ത് നമ്മൾ എങ്ങനെ ചെടിയെ സംരക്ഷിക്കാം എന്നുള്ളൊരു എക്സാമ്പിളാണ് നമ്മളിവിടെ കാണിച്ചു തരുന്ന ഈ വീഡിയോയിലൂടെ. എൻ്റെ പേര് പ്രിൻസ് എന്നാണ്. ഞാൻ അണക്കര നോവൽ അഗ്രി സൊല്യൂഷൻസ് എന്ന് പറഞ്ഞ കടയിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ഈ ഫീൽഡ് നമ്മൾ മേനോമേട് ചിറ്റാമ്പാറ റൂട്ടിൽ നമ്മളൊരു കുറച്ച് ഉള്ളിലേക്ക് മാറിയാണ് ഫീൽഡ്. അതായത് പടിഞ്ഞാറൻ വെയിലും ഒരു സൈഡിൽ നിന്ന് അടിക്കുന്നതാണ്. നമുക്ക് അത്രയും വെയിലടിക്കുന്ന ഏരിയയിലാണ് നമുക്ക് ഈ ഒരു വ്യത്യാസം കാണാൻ സാധിക്കുന്നത്. ഇതിൻ്റെ ഇത് ചെയ്യാത്ത, അതായത് അപ്ലൈ ചെയ്യാത്ത ഫീൽഡ് നമ്മൾ ആ വീഡിയോ തന്നെ നമ്മൾ ആ ഒരു ചെടിയുടെ കണ്ടീഷൻ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഈ വീഡിയോയുടെ ഇതിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചേർക്കുന്നതാണ്. അപ്പോൾ നമ്മൾ സൈഡെക്സ് എന്ന് പറഞ്ഞൊരു കമ്പനികളുടെ ഓർഗാനിക് പ്രോഡക്റ്റ്സ് നമ്മൾ യൂസ് ചെയ്ത് നമ്മളത് ട്രേഡ് ചെയ്യുന്നുണ്ട്. അത് യൂസ് ചെയ്തൊരു ഫീൽഡിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇത് കഴിഞ്ഞ 5 മാസമായിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഫീൽഡ് വിസിറ്റ് ചെയ്ത് ഇതിൻ്റെ പ്രോഡക്റ്റ് കൊടുത്ത് അത് കറക്റ്റ് അത് ഫോളോ അപ്പ് ചെയ്ത് നമ്മൾ വരുന്നൊരു ഫീൽഡിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. പ്രിയപ്പെട്ട കൃഷിക്കാരോട് പറഞ്ഞു തരാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫീൽഡിൽ 5 മാസമായിട്ട് നമ്മൾ വെള്ളം അടിച്ചിട്ടേ ഇല്ല. വെള്ളം അടിക്കാതെ ഇത്രയും ഹീറ്റ് കൂടുതൽ വരുന്ന സമയത്തും ഈ ചെടി ഇതുപോലെ നിൽക്കുക എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഒരു ഓർഗാനിക്കായിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ചെടി എത്രത്തോളം അതിന് റെസ്പോണ്ട് ചെയ്യുന്നുള്ളൊരു ഏറ്റവും വലിയ ഉദാഹരണമാണ്. നമ്മളിതിന് ആദ്യം കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നവംബർ മാസത്തിൽ നമ്മൾ സൈറ്റോണിക് എം, അതിൽ വരുന്നത് വാമ് ആണ് മെയിനായിട്ട് വരുന്നത്. വെസിക്കുലർ ആർബിസ്കുലർ മൈക്രോറൈസി ആണ് വരുന്നത്. അതുകൂടെ നമ്മൾ ഗോദാൻ ഒരു പ്രോഡക്റ്റ് എടുക്കുക, അതിൽ നമ്മൾ ട്രൈക്കോഡെർമ ഇതെല്ലാമേ ചേർന്ന് വരുന്നത്. പിന്നെ ട്രൈക്കോഡെർമ വെരിഡി, സ്യൂഡോമോണാസ്, ഫാസിലോമൈസിസ് 1 ഏക്കർക്ക് 10 കിലോ ഗോദാൻ, 5 കിലോ സൈറ്റോണിക് എം, 2 കിലോ സ്യൂഡോമോണാസ്, 2 കിലോ ട്രൈക്കോഡെർമ, 2 കിലോ ഫാസിലോമൈസിസ്, അതുകൂടെ 2 ലിറ്റർ തൈര്. അത് ഫെർമെൻറ്റേഷന് വേണ്ടി ലാക്ടോബാസിലസ് നമുക്ക് നല്ലതായിരിക്കും. ശർക്കര നമ്മൾ സാധാരണ ഫെർമെൻറ്റേഷനുകൾ നമ്മൾ ഉപയോഗിക്കുന്ന ശർക്കരയാണ്. ശർക്കര കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് ഹാംഫുള്ളായിട്ട് ബാക്ടീരിയകളും പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ 2 ദിവസം, അതായത് നമ്മൾ മാക്സിമം 48 മണിക്കൂറാണ് നമ്മളത് ഫെർമെൻറ്റേഷന് വേണ്ടി ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മളെടുത്ത് ഡൈലൂട്ട് ചെയ്ത് നമ്മൾ ഉപയോഗിച്ച ഫീൽഡാണ് ഇപ്പോൾ കാണുന്നത്. ആദ്യം നമ്മൾ കൊടുത്ത കോമ്പിനേഷൻ ഇതാണ്. 10 കിലോ ഗോദാൻ, 5 കിലോ സൈറ്റോണിക് എം, 2 കിലോ സ്യൂഡോമോണാസ്, 2 കിലോ ട്രൈക്കോഡെർമ, 2 കിലോ സിങ്ക്, 2 കിലോ ഫാസിലോമൈസിസ്. ഇത് ഡ്രമ്മിലേക്ക് ചേർത്താണ് നമ്മൾ ഡൈലൂട്ട് ചെയ്ത് 2 ദിവസം നമ്മൾ തൈര് ചേർത്ത് നമ്മൾ ഫെർമെൻറ്റേഷൻ ചെയ്ത് പിന്നെയാണ് ഫസ്റ്റ് നമ്മൾ കൊടുത്തത്. അടുത്ത 15 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ ഇതേ കോമ്പിനേഷനിൽ ഓർഗാനിക് NPK ചേർത്ത് സ്യൂഡോമോണാസ്, ട്രൈക്കോ ഇത് മാറ്റി നമ്മുടെ സ്യൂഡോമോണാസും ട്രൈക്കോഡെർമയും ഫാസിലോമൈസിസും മാറ്റി ഓർഗാനിക് NPK, സൈറ്റോണിക് എം, ഗോദാൻ അത് ചേർത്ത് നമ്മൾ 15 ദിവസം കഴിയുമ്പോൾ ഒരു ഡ്രഞ്ചിങ് കൂടെ ഇതേ കോമ്പിനേഷനിൽ തന്നെ ഒരു ഡ്രഞ്ചിങ് കൂടെ നമ്മൾ കൊടുത്തു. അതിന് ശേഷം പിന്നെ 30 ദിവസം കഴിഞ്ഞാണ് നമ്മൾ ഗോദാൻ പ്ലസ് സൈറ്റോണിക് എം പ്ലസ് പൊട്ടാഷ്, ഓർഗാനിക് ബയോ പൊട്ടാഷ് വരുന്നുണ്ട്, സൈറ്റോണിക് കെ, അതുകൂടെ ചേർത്ത് നമ്മൾ 3ാമതൊരു ആപ്ലിക്കേഷനിൽ കൊടുത്തു. അപ്പോൾ തന്നെ ചെടിക്ക് നല്ലൊരു വ്യത്യാസത്തിലേക്ക് വന്നു. ഇതിൻ്റെ ഈ വീഡിയോയിൽ തന്നെ നമ്മൾ ലാസ്റ്റിൽ നമ്മളത് ഷെയർ ചെയ്യുന്നതാണ്. ഈ ചെടി മുമ്പ് എങ്ങനെയാണ് നിന്നത് നമ്മൾ ഷെയർ ചെയ്യുന്നതാണ്. അത് വന്നെന്ന് വെച്ചാൽ ഇവിടെ ക്ലം റോട്ട് ഉണ്ടായിരുന്നു, റൂട്ട് റോട്ട് ഉണ്ടായിരുന്നു, അഴുകല ഉണ്ടായിരുന്നു, ലീഫ് ഡിസീസ് ഉണ്ടായിരുന്നു. പിന്നെ മെയിനായിട്ട് നമ്മൾ നോക്കി കഴിഞ്ഞാൽ തട്ടയ്ക്കൊന്നും ഈ പച്ച കളറോ അങ്ങനെയുള്ള ഇത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളിത് കൊടുത്തു കഴിഞ്ഞ് നല്ലൊരു വ്യത്യാസം ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേറ്റവും നമ്മൾ എടുത്ത് പറയത്തപ്പോൾ ഈ ഒരു അഡ്വേഴ്സ് കണ്ടീഷനിൽ നമ്മൾ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എങ്ങും നമുക്ക് നനയ്ക്കുന്ന ചെടികൾ പോലും റൂട്ട് ഡെവലപ്പ് ചെയ്ത് ഇത് വരാത്തൊരു സ്ഥിതിയിലേക്ക്, ചെടി പിടിച്ച് നിൽക്കാത്തൊരു സ്ഥിതിയിലേക്കാണ് വരുന്നത്. കാരണം വെച്ചാൽ വെള്ളം നമ്മൾ അബ്സോർവ് ചെയ്ത് ചെടി എടുത്തു കഴിഞ്ഞാലും അത് അന്തരീക്ഷത്തിലേക്ക് അത് ഇവാപ്പറേറ്റ് ആയി പോകുന്നതുകൊണ്ട് ചെടി സ്വാഭാവികമായിട്ട് തന്നെ തട്ട ഒടിഞ്ഞ് വീഴുന്നൊരു ഇതിലേക്കാണ് വരുന്നത്. പക്ഷേ ഈ ഫീൽഡിൽ 5 മാസമായി നനച്ചിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ ചപ്പ് മാറ്റി നോക്കിക്കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ ഫൈബർ റൂട്ട്സ് ഫോർമേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഓരോ ശരവും നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. 5 മാസമായിട്ട് നമ്മൾ ഇതിപ്പം 2-3 ദിവസം മുമ്പ് കായ എടുത്തു പോയ ഫീൽഡാണ്. ഇപ്പോഴും നമ്മൾ ഒരു ശരത്തിൽ 2, 4, 1, 5 കായ, മിനിമം 3 കായ 4 കായ ഇനിയും പിഞ്ച് പിടിച്ച് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കൊടുത്ത് ഓരോ ഓർഗാനിക്കിൻ്റെയും ഒരു ഇതാണ്. പിന്നെ ശരത്തിൽ നമുക്കൊരു ഇപ്പോൾ എല്ലായിടത്തും നമ്മൾ വെയിലടിക്കുന്ന സ്ഥലമാണെങ്കിലും തണലുള്ള സ്ഥലത്തും നമുക്ക് ശരം കരിയുക എന്ന് പറഞ്ഞൊരു പരിപാടി. ശരം കരിയുക എന്ന് പറഞ്ഞാൽ അത് കരിയല്ല, അതിൻ്റെ മുന്നോട്ടുള്ള വളർച്ചയെ നിന്നിട്ട് അത് ഇങ്ങനെ ഒരു ഇതായി പോകണം. പക്ഷേ ഇവിടെ നമുക്ക് അത് കണ്ട് കഴിഞ്ഞാൽ അറിയാൻ പറ്റും നമ്മുടെ റൂട്ട് ഡെവലപ്മെൻറ്റ് എത്രത്തോളം നല്ലതാണെന്നും മണ്ണിൽ എത്രത്തോളം ഈർപ്പം നിൽക്കുന്നുള്ള ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ്. ഏറ്റവും തുമ്പാണ് ഞാനിപ്പം അതിൻ്റെ ഒരു ശരത്തിൻ്റെ ഏറ്റവും ടിപ്പാണ്. അവിടെ ഒരു കായ പിടിച്ചിട്ടുണ്ട്. ഈ കായ എന്ന് പറഞ്ഞാൽ ഒരു 15 ദിവസത്തിനുള്ളിൽ നമുക്ക് വന്നിരിക്കുന്ന ഒരു കായാണ്. അടുത്തൊരു ഫ്ലവർ വന്നിട്ടുണ്ട്, ഇപ്പം ന്യൂ ആയിട്ടൊരു ഫ്ലവർ വന്നിട്ടുണ്ട്. അതിലെല്ലാം സെറ്റിങ് നല്ല ഇതായിട്ട് തന്നെ നമുക്ക് നിൽക്കുന്നുണ്ട്.
അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഓർഗാനിക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കണ്ടിന്യൂറ്റി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ചെടിക്ക് എത്രത്തോളം വ്യത്യാസം ഉണ്ടാവും എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഈ നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന ഈ ഫീൽഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഫംഗൽ അറ്റാക്കുകൾ കുറവാണ്. പിന്നെ നമ്മൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്ന വേറെ വെച്ചാൽ മരുന്ന് നമ്മളൊരു 25-30 ദിവസത്തിനുള്ളിലാണ് കെമിക്കൽ സ്പ്രേയിങ് കൂടെ പോയിരിക്കുന്നത്. അതിന് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് നമ്മുടെ സാധാരണ കെമിക്കൽസ് നമ്മൾ പോയിരിക്കുന്നത് പറഞ്ഞാൽ തണ്ടുതുരപ്പനും ചൊറിക്കുള്ള കെമിക്കൽസാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഈ ക്ലൈമറ്റിൽ. അപ്പോൾ അതിൽ കൊടുത്തിരിക്കുന്നത് നമ്മുടെ സുരക്ഷ, സൈറ്റോണിക് സുരക്ഷ എന്ന് പറഞ്ഞൊരു ഓർഗാനിക് പ്രോഡക്റ്റ് ഉണ്ട്. അതിൽ തന്നെ നമുക്കൊരു ഓർഗാനിക് ആയിട്ടുള്ള ഒരു അമിനോ ആസിഡ്സ് ഇങ്ങനെ ഒരു ഇതിലൂടെ ചേർന്നാണ് ആ സീവീഡ്സ് ഇങ്ങനെ ഒരു കൂളിംഗ് കൊടുക്കുന്ന ഒരു കണ്ടൻറ്റോട് ചേർന്നാണ്. അത് നമുക്ക് ഏത് മരുന്നിനോട് ചേർത്തടിക്കാം. അതിൻ്റെ ഒരു ഗുണമാണ് അതിൻ്റെ ഒരു ഗുണമാണ് ഈ കാണുന്ന നമ്മുടെ ഈ കായകളിലൊക്കെ ഒരു ഷൈനിങ്, ശരത്തിനൊരു പച്ചപ്പ്, ഏത് മരുന്നിൻ്റെ കൂടെ നമുക്കത് ചേർത്തടിക്കാവുന്നതാണ്. നമുക്ക് പുതുശരം നോക്കിക്കഴിഞ്ഞാൽ അത് പുതിയ പാനിക്കൾ നോക്കി നമുക്കത് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. നമ്മുടെ ശരത്തിനൊരു ഈ കമറൽ എന്ന് പറഞ്ഞൊരു സംഭവം വന്നിട്ടേ ഇല്ല, വെള്ളമില്ലാതെ. ഇതുവരെ ഇന്നലെ ഒരു മഴ ഒരു 10 മിനിറ്റ് ഒരു മഴയുടെ കിട്ടിയതല്ലാതെ വേറെ അതിന് മുമ്പ് വെള്ളം നനച്ചിട്ടേ ഇല്ല. ഇപ്പോഴും നമ്മുടെ ശരം നമ്മുടെ മഴക്കാലത്ത് നിൽക്കുന്നത് തന്നെ നല്ല ഫ്രഷായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഡെമോ വീഡിയോ ആണ് നമ്മളിപ്പോൾ ഇത് കാണിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ ഈ ഫീൽഡ് കഴിഞ്ഞാൽ ഇത് അപ്ലൈ ചെയ്യാത്ത ഫീൽഡിൻ്റെ വീഡിയോ നമ്മൾ ലാസ്റ്റ് തന്നെ കാണിക്കും. അപ്പോൾ അതിൻ്റെ ചേഞ്ച് നമുക്ക് എത്രത്തോളം വരും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഇപ്പം ഏറ്റവും ഇതായിട്ട് വന്നിരിക്കുന്ന റീസെൻ്റായിട്ട് വന്നിരിക്കുന്ന ഫ്ലവറിംഗ് ആണ് ഇപ്പം വന്നിരിക്കുന്നത്. നമ്മൾ ഈ ഫീൽഡിൽ നമ്മൾ വരാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫീൽഡിൽ മെയിനായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓണർ നമ്മളോട് വന്ന് പറയേണ്ടത് നമ്മൾ ഇവിടെ ഒരിക്കലും കാ പിടിച്ച് കിട്ടുന്നില്ല, ശരത്തിന് നീളമില്ല, റൂട്ട് പ്രോബ്ലം, അതുപോലെ നമുക്ക് ഫ്ലവറിങ് വരും പക്ഷേ കായ് സെറ്റാകാതെ കായ് കൊട്ടി പോകുന്നു, കാക്ക വിഴിഞ്ഞ് പോകുന്നൊരു പ്രോബ്ലം ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു. അതുപോലെ ഫംഗൽ അറ്റാക്കും കൂടുതലായിരുന്നു. പക്ഷേ നമ്മൾ ഈ ആപ്ലിക്കേഷൻ തുടങ്ങി സൈറ്റോണിക് സുരക്ഷ, പിന്നെ നമ്മൾ സൈറ്റോണിക് എം, ഗോദാൻ ഇതെല്ലാം ട്രെഞ്ചിങ് കൊടുത്ത് ആപ്ലിക്കേഷൻ തുടങ്ങി വെള്ളം കൊടുക്കാതെയാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനാണ് നമുക്ക് ഈ ഡെവലപ്മെൻറ്റ് ഇത്രയും ഇതാകുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് ഒരു റൗണ്ട് കായ എടുത്ത് ഇതിനകത്ത് നിന്ന് പോവുകയും ചെയ്തു. അത് അത്രയും നന്നായിട്ട് തന്നെ സെറ്റിങ് ഈ ഒരു നമ്മൾ ചെയ്ത ഒരു 3 മാസം കാലയളവിൽ തന്നെ നന്നായിട്ട് തന്നെ സെറ്റിങ് വന്നു. ഈ ഡെവലപ്മെൻറ്റ് ഇതിൻ്റെ മുൻപിലത്തെ വീഡിയോ കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഇത്രയും ഡെവലപ്മെൻറ്റ് വന്ന് നമുക്കൊരു 3-4 മാസം കൊണ്ടാണ് നമുക്ക് ഈ ഡെവലപ്മെൻറ്റ് വന്നിരിക്കുന്നത്. നേരത്തെ ഇവിടെ കാ പിടിക്കുകയില്ലായിരുന്നു. കാ അതുപോലെ തന്നെ മഞ്ഞപ്പിഞ്ചായിട്ട് പൊഴിഞ്ഞു പോവുക, അങ്ങനെ നിറയെ ഫംഗൽ പ്രോബ്ലംസ്, സെറ്റിംഗ് പ്രോബ്ലംസ് ഇരുന്ന സമയത്താണ് നമ്മൾ ആ ഒരു ഇതാണ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ആപ്ലിക്കേഷൻസ് കൊടുത്തത്. പക്ഷേ അതിപ്പോൾ നമുക്ക് എല്ലാ ഇതിലും വന്ന് റൂട്ടിലേക്ക് നന്നായിട്ട് റൂട്ട് നോക്കി കഴിഞ്ഞാൽ നന്നായിട്ട് ഫൈബർ റൂട്ട്സ്, അതുപോലെ ഫ്ലവറിങ്, സെറ്റിങ് എല്ലാം നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു 2 ദിവസം മുമ്പ് ഒരു കായെടുപ്പ് കഴിഞ്ഞു പോയതേ ഉള്ളൂ. ആപ്ലിക്കേഷൻ കൊടുത്ത് അത് കഴിഞ്ഞ് ഫസ്റ്റ് ആപ്ലിക്കേഷൻ ട്രെഞ്ചിങ് പോയി, രണ്ടാമത്തെ ആപ്ലിക്കേഷൻ നമ്മൾ 15 ദിവസത്തിനുള്ളിൽ കൊടുത്തു. അപ്പോൾ ഒരു മാസം നമ്മൾ കഴിഞ്ഞ് അടുത്ത ഒരു 15-20 ദിവസം കഴിഞ്ഞപ്പം 30-45 ദിവസമായിട്ട് നമുക്ക് ഇതിനകത്തൊരു വലിയൊരു ഇതൊന്നും കാണുന്നില്ല. നമ്മുടെ ഇതിൻ്റെ തന്നെ നമ്മുടെ കാർഡിൻ്റെ ഓണർ പറയേണ്ടത് ഇതിനകത്ത് വലിയൊരു വ്യത്യാസം നമുക്ക് കാണുന്നില്ലല്ലോ. അപ്പോൾ മനസ്സിലായി അതിനൊരു താമസം വരുന്നത് ഓർഗാനിക് പ്രോഡക്റ്റ്സ് നമുക്ക് മണ്ണിൽ ചെന്ന് കഴിഞ്ഞാൽ അത് മണ്ണിലൊന്ന് വർക്ക് ചെയ്ത് ഇത് കുറച്ച് നമ്മൾ നന്നായിട്ട് അതായത് കുറച്ച് മോശമായിട്ട് നല്ല ഫീൽഡാണെങ്കിൽ ഫംഗൽ അറ്റാക്കൊക്കെ റൂട്ടിലൊക്കെ കൂടുതലായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കൊടുക്കുന്ന സൂക്ഷ്മജീവികൾ മണ്ണിലൊന്ന് വർക്ക് ചെയ്ത് വരുന്നൊരു ടൈം നമുക്കത് എടുക്കുന്നതാണ്. അതൊരു 1 മാസം 1.5 മാസം നമ്മുടെ ഈ ആപ്ലിക്കേഷൻസ് കറക്റ്റായിട്ട് ഒരു 3 റൗണ്ട് പോയി കഴിയുമ്പോൾ 2 മാസം കഴിഞ്ഞ് കറക്റ്റ് 2 മാസം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ചെടിയുടെ കണ്ടീഷൻ തന്നെ മാറി. ഇപ്പോൾ ഈ 3 മാസം കഴിഞ്ഞ് 4ാമത്തെ മാസത്തിലേക്ക് വരുന്ന ഒരു കണ്ടീഷനാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അപ്പം ഒത്തിരി ഫീൽഡ് മോശമാണെങ്കിൽ അതായത് നമ്മുടെ റൂട്ടിനൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊന്ന് കവർ ചെയ്തെടുക്കാനുള്ള സമയം, അതായത് ഈ നമ്മുടെ ഈ സൂക്ഷ്മജീവികളൊന്ന് വർക്ക് ചെയ്ത് വരാനുള്ള സമയം നമുക്ക് കുറച്ച് സമയം ഈർപ്പത്തിലൊന്ന് വർക്ക് ചെയ്ത് വരാനുള്ള സമയം എടുക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ടൊരു ഇത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻസ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഗ്യാപ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതേ കണ്ടീഷൻ തന്നെ ഇപ്പം നമുക്ക് കാണുന്ന പോലെ തന്നെയുള്ള കണ്ടീഷനിലേക്ക് വരുന്നതാണ്. ഇത് നമ്മളൊരു ലാസ്റ്റ് വീഡിയോയിൽ നമ്മളൊരു വ്യത്യാസം കാണിച്ചിരുന്നു. ഇതിപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ അപ്ലൈ ചെയ്യാത്തൊരു ഫീൽഡ് നമ്മൾ 2 ഫീൽഡായിട്ടാണ്. അപ്പം അപ്ലൈ ചെയ്യാത്ത ഫീൽഡിലെ സിറ്റുവേഷനാണ് ഈ നമ്മൾ കാണുന്നത്. ശരത്തിൻ്റെ തുമ്പൊക്കെ കഴിഞ്ഞ് നമുക്കൊരു കാ പിടിക്കുകയോ ശരം ഇതായിട്ട് വരുകയോ ഒന്നും ചെയ്തിട്ടില്ല. തട്ടയാണെങ്കിൽ നമുക്ക് ഫീൽഡ് വെള്ളം കൊടുത്തുകൊണ്ടിരുന്നതാണ്, പക്ഷേ നമുക്ക് പച്ചത്തട്ടയാണല്ലോ ഒടിഞ്ഞു പോകുന്നു. അപ്പോൾ റൂട്ട് ഫോർമേഷൻ നമ്മൾ നോക്കി കഴിഞ്ഞാൽ റൂട്ട് ഫോർമേഷൻ വളരെ മോശമാണ്. ഇതേ സെയിം അത് തന്നെ ഒരു ഇതിന് മേളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ തന്നെയാണ് നമുക്ക് ഇത്രയും ഡിഫറൻസ് ഇവിടെ കാണുന്നത്. ഇതാണ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മളതിൻ്റെ ഡിഫറൻസ് കാണിച്ചു തരാമെന്ന് പറഞ്ഞത്. ഇപ്പം നമ്മൾ ഒരേ സ്ഥലത്ത് തന്നെയാണ് നമ്മളൊന്നത് എക്സ്പ്ലെയിൻ ചെയ്ത് കാണിക്കുന്നത്. ഇതെല്ലാം നമുക്ക് പുതുച്ചരം വന്നാൽ ഇതാണ് അതിൻ്റെ ആ ഒരു ഓർഗാനിക് പ്രോഡക്റ്റിൻ്റെ ഒരു വ്യത്യാസം നമ്മൾ ഇപ്പോൾ അപ്ലൈ ചെയ്തിരിക്കുന്നത് കാണുന്നത്. കാരണം ചെടിക്ക് മൊത്തത്തിലൊരു വ്യത്യാസമാണ് വരുന്നത്. നമുക്കൊരു സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നോരോന്ന് എടുത്ത് നമുക്ക് പറയേണ്ട കാര്യമില്ല. ചെടി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ റൂട്ട് തൊട്ട് ടിപ്പ് വരെ അത് മൊത്തത്തിലൊരു വ്യത്യാസം കാണുന്നുണ്ട്. പിന്നെ ഇലകരിച്ചിലെ ഫംഗൽ അറ്റാക്കുകൾ കുറവാണ്, ഫിസേറിയത്തിൻ്റെ അറ്റാക്ക് കുറവുണ്ട്. നമുക്ക് തട്ടയിലെ മഞ്ഞ ഇതോ കാര്യങ്ങളോ ഒന്നുമില്ല. പുതുശിമ്പ് വരുന്നതെല്ലാം നല്ല ബൾബൊക്കെ നല്ല രീതിയിൽ തന്നെ വന്ന് റൂട്ട് ഫോർമേഷൻ്റെ ഒരു വ്യത്യാസമാണത്. നന്നായിട്ട് തന്നെ നല്ല സ്ട്രെങ്തായിട്ടാണ് വരുന്നത്.
ശരമാണെങ്കിലും നല്ല പച്ച കളറിൽ തന്നെ വരുന്നത്. ഇതാണ് അതിൻ്റെ വ്യത്യാസം നമ്മൾ കാണിച്ചു തരാൻ പറഞ്ഞത്. ഒരു നനച്ചിരുന്ന ഫീൽഡും നമ്മൾ നനയ്ക്കാതെ നമ്മൾ ഓർഗാനിക് ചെയ്തൊരു ഫീൽഡിലും കൂടെയാണ് ഈ വ്യത്യാസം. ഒരേ സ്ഥലത്തിലാണ് രണ്ടും നമുക്കത് കാണിച്ചു തരുന്നത്. டோட்டல் காடே முடிஞ்சிருச்சு.